വെൽക്കം ടു ഗ്രേഡിയൻറ്റ് കെമിസ്ട്രിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോണ്ടന്റ് നമ്പേഴ്സ് എന്താണെന്നുള്ള കാര്യം വരെ പറഞ്ഞ് നിർത്തി അല്ലേ. 4 തരം കോണ്ടന്റ് നമ്പേഴ്സ് നമുക്ക് 3 പഠിക്കണം. ഏതാണ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ, എന്താണ് അസിമുത്തൽ കോണ്ടന്റ് നമ്പർ, എന്താണ് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എന്നിവയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, നമ്മുടെ ആറ്റത്തിന് ചുറ്റും എങ്ങനെയാണ് അത് ഫില്ല് ചെയ്യുന്നത്, അതായത് സബ്ഷെല്ലുകൾക്കകത്ത് എങ്ങനെയാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്, അഥവാ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാൽ എന്താണ്. അതുപോലെ ഇവിടെ കാണുന്ന ഈ കാര്യങ്ങൾ, ഈ സബ്ഷെൽ, ഈ ക്വാണ്ടം നമ്പർ അതനുസരിച്ച് എങ്ങനെയാണ് നമ്മുടെ സബ്ഷെല്ല് വരുന്നത്, സബ്ഷെല്ലിനകത്ത് എങ്ങനെയാണ് ഓർബിറ്റൽ വരുന്നത്, ഈ ഓർബിറ്റലുകളുടെ എണ്ണം എത്രയാണ്, അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമുക്കറിയാം കോണ്ടന്റ് നമ്പേഴ്സ്, നിങ്ങൾക്ക് ഇത്രയും ചാപ്റ്റർ ഉണ്ട്, ഇതുവരെയുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാമെന്നുള്ള. ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്. ഒരു ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തുണ്ടാവും, ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. ന്യൂക്ലിയസിനകത്ത് ആണ് പ്രോട്ടോണും അതുപോലെ ന്യൂട്രോണും ഉള്ളത് നിങ്ങൾക്കറിയാം. അതിന് ചുറ്റും ഇലക്ട്രോൺസ് കാണപ്പെടുന്ന രീതിയിലാണ് പ്രശ്നം അത്രയേ ഉള്ളത്. മുന്നേ വരെ നമ്മൾ പറഞ്ഞത് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്രത്യേക ഓർഡറിൽ അല്ലേ, ഇങ്ങനെ എന്ത് ചെയ്യുമായിരുന്നു, ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ അല്ലേ, ഇങ്ങനെ നമ്മുടെ സൂര്യൻ്റെ ചുറ്റും പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്ന പോലെയൊക്കെ ആവുമെന്ന് നമുക്ക് മനസ്സിലായിരുന്നു. പക്ഷെ പിന്നീട് തെറ്റാന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കാണുന്നത് ഒരു പ്രത്യേക എനർജി ലെവലിലാണ് അല്ലേ, ഒരു പ്രത്യേക എനർജി ലെവലിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ എനർജി ലെവലുകളാണ് നമ്മൾ എന്ത് വിളിച്ചത്, ഓർബിറ്റ് എന്ന് വിളിച്ചത് അല്ലേ. എന്തെന്ന് വിളിച്ചത്, ഓർബിറ്റ്. അതായത് ഒരു ഇലക്ട്രോൺ ഇങ്ങനെ വരികയാണെങ്കിൽ ആ ഇലക്ട്രോണിൻ്റെ എനർജി അനുസരിച്ചായിരിക്കും അതെവിടെ വന്ന് നിൽക്കുന്നത്, ഈ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നത്. സോ അതുകൊണ്ട് നമ്മളതിനെ എന്ത് വിളിച്ചു, നമ്മൾ ഇലക്ട്രോണിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ കാണാൻ ചാൻസ് ഉള്ള സ്ഥലത്ത് നമ്മൾ എന്ത് വിളിച്ചു, എനർജി ലെവൽ എന്ന് വിളിച്ചു. അല്ലെങ്കിൽ അത് നമ്മൾ എന്ത് വിളിച്ചു, ഓർബിറ്റ് എന്ന് വിളിച്ചു. അല്ലെങ്കിൽ നമ്മളതിനെ എന്ത് വിളിച്ചു, ഷെൽ എന്ന് വിളിച്ചു. എന്തെന്ന് വിളിച്ചു, ഷെൽ എന്ന് വിളിച്ചു. നിങ്ങളൊരു വലിയ ബിൽഡിംഗ് സങ്കല്പിക്കുക. ആ വലിയ ബിൽഡിങ്ങിൽ ഓരോ നിലകളായിട്ട് നിങ്ങൾ എന്തിനെ അസ്യൂം ചെയ്യുക, ഷെല്ലുകളെ അസ്യൂം ചെയ്യുക. ഷെല്ലെന്ന് പറഞ്ഞാലും ഓർബിറ്റ് എന്ന് പറഞ്ഞാലും എനർജി ലെവൽ എന്ന് പറഞ്ഞാലും സെയിം ലെവൽ അല്ലെ, ഓരോ നിലകളായിട്ട് സങ്കല്പിക്കുക. അങ്ങനെ ഒരു ആറ്റത്തിന് എത്ര എനർജി ലെവലുകൾ ഉണ്ടെന്ന് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്പറാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അല്ലേ. എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമ്മൾ n എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്തൊക്കെയാകാം, 1, 2, 3, 4 എന്നിങ്ങനെ പോവാം. അതായത് ഒന്നാമത്തെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കെ ഷെല്ലിനെ കാണിക്കും, L, M, N എന്നിങ്ങനെ ഓരോ ഷെല്ലുകളെയാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ നില, രണ്ടാമത്തെ നില, മൂന്നാമത്തെ നില, നാലാമത്തെ നില എന്നൊക്കെ പറയുന്ന പോലെ K, L, M, N എന്നിങ്ങനെ ഓരോ ഷെല്ലുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഓക്കെ ആണ്. അങ്ങനെ ഒരു നിലയ്ക്കകത്ത് പോയി കഴിഞ്ഞാൽ ആ നിലയ്ക്കകത്ത് എന്തുണ്ടാകും, പല പല മുറികളുണ്ടാകും അല്ലേ. ആ പല പല മുറികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സബ് ഷെൽ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്, സബ് ഷെൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഷെല്ല് നമ്മളിങ്ങനെ എടുത്ത് സൂം ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. നമ്മുടെ മൊബൈലിലൊക്കെ ചെയ്യുന്ന പോലെ ഷെല്ലിനെ എടുത്ത് ഞാൻ സൂം ചെയ്താൽ എനിക്ക് അതിനകത്ത് ആരെ കാണാൻ പറ്റും, സബ് ഷെല്ലിനെ കാണാൻ പറ്റും. അപ്പോൾ സബ് ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു ക്വാണ്ടം നമ്പറാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അസിമുത്തൽ ക്വാണ്ടം നമ്പർ നമ്മൾ L എന്ന ലെറ്റർ വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂസ് എന്തൊക്കെയാകാം, അത് 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0, 1, 2, 3, 4 ഇതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഒരു നിലയിൽ ചെന്ന് കയറുമ്പോഴത്തേക്കും ഫസ്റ്റ് ഫോൾ, നിങ്ങൾ AC നമ്മൾ ലിഫ്റ്റ് പോകുമ്പോൾ ആലോചിച്ച് നോക്കിയേ, ഫസ്റ്റ് ലെവലിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ അതിന് 0 എന്ന് പറയാറില്ലേ. അതായത് അവിടെ ഒരു നില, ഒരു റൂം മാത്രമേ ഉള്ളൂ, ഗ്രൗണ്ട് ഫ്ലോർ ആണ്. അവിടെ റിസപ്ഷനും മറ്റു കാര്യങ്ങളോ മുറികളൊന്നുമില്ല. അപ്പോൾ അതിന് 0 എന്ന് വിളിച്ചു. എന്നാൽ അവിടെ ഒരു നില ഉണ്ടല്ലോ, ഉണ്ട്. ഒന്നാമത്തെ നിലയിൽ പോയപ്പോൾ അവിടെ എന്താണ്, 2 മുറികളാണ് ഉള്ളത്. എന്താ ഉള്ളത്, 2 മുറികളാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ സങ്കല്പിക്കുക. കൺഫ്യൂഷനായോ? വേണ്ടാത്ത കൺഫ്യൂഷനൊന്നും വേണ്ട. സബ് ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെല്ലിനകത്ത് ഇലക്ട്രോൺസ് ഇരിക്കുന്ന സ്ഥലം സബ് ഷെല്ല്. സബ് ഷെല്ലിനെ കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന വാല്യൂസ് ആണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അസിമുത്തൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂസ് 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് അസിമുത്തൽ ക്വാണ്ടം നമ്പറിൻ്റെ ആദ്യത്തെ വാല്യൂ എന്ന് ചോദിച്ചാൽ നിങ്ങൾ 1 എന്ന് പറയരുത്, എത്ര എന്ന് പറയണം, 0 എന്ന് പറയണം. സോ 0, 1, 2, 3, 4 എന്നാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ്, ഒരു നിലയ്ക്കകത്തുള്ള മുറികളായിട്ട് നിങ്ങൾ എന്തിനെ കണക്കാക്കിയാൽ മതി, സബ് ഷെല്ലിനെ കണക്കാക്കിയാൽ മതി. ഇനി സബ് ഷെല്ലിനകത്താണ് ആരുള്ളത്, സബ് ഷെല്ലിനകത്താണ് ആരുള്ളത്, ഓർബിറ്റ് അല്ലെങ്കിൽ ഓർബിറ്റൽ ഉള്ളത്. എന്തുള്ളത്, സബ് ഷെല്ലുകളിലാണ് എന്തുള്ളത്, ഓർബിറ്റലുകൾ ഉള്ളത്. അപ്പോൾ എന്താണ് ഓർബിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ,
അവിടെയാണ് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ പണ്ട് ഇതുവരെ പഠിച്ച അല്ലെ 10ാം ക്ലാസ്സിൽ നമ്മൾ 9ാം ക്ലാസ് വരെ ഇതുവരെ പഠിച്ച എങ്ങനെയായിരുന്നു, ഈ പറയുന്ന ഷെല്ലിൽ ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ടിട്ടാണ് നമ്മൾ ആരെ കാണിക്കുന്നത്, ഇലക്ട്രോണെ കാണിക്കുന്നത് അല്ലേ. ഇങ്ങനെ ഡോട്ടായിട്ടാണ് നമ്മൾ ഇലക്ട്രോണെ കാണിക്കുന്നത്. ഇതിനോടകം തന്നെ നമുക്ക് മനസ്സിലായി അങ്ങനെ ഒരു ഡോട്ടായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇലക്ട്രോൺ പോലത്തെ ഒരു സാധനത്തിന് എക്സാക്റ്റ് പൊസിഷൻ മൊമെൻറ്റും പറയാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ എന്ത് പറയാം, ഇത്രയും ഒരു ഭാഗത്തിനകത്ത് ഇലക്ട്രോൺ കാണാൻ ചാൻസ് ഉണ്ട്, ഇത്രയും ഭാഗത്തിൽ ഇലക്ട്രോൺ കാണാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞൂടെ. ആ ബോക്സിന് നമുക്ക് എന്തായിട്ട് സങ്കല്പിക്കാം, ഓർബിറ്റലായിട്ട് സങ്കല്പിക്കാം. അപ്പോൾ ഓർബിറ്റലിനകത്താണ്, അതായത് ഒരു വ്യക്തിയെ നമ്മൾ തേടി ഒരു ഹോട്ടലിൽ പോകുമ്പോൾ നമ്മൾ ആദ്യം പോയിട്ട് റിസപ്ഷനിൽ പോയി ചോദിക്കും അവർ ഏത് നിലയിലാണെന്ന്. ആ നിലയെന്ന് പറയുന്നത് എന്തായിട്ട് കണക്കാക്കുക, എനർജി ലെവലായിട്ട്, ഓർബിറ്റായിട്ട് അല്ലെങ്കിൽ ഷെല്ലായിട്ട് കണക്കാക്കുക. ഷെല്ലിനകത്ത് പോകുമ്പോൾ ഓരോ മുറികളുണ്ട് അല്ലേ, ഒരേപോലത്തെ ആൾക്കാരെ താമസിപ്പിക്കുന്ന ഓരോ മുറികളുണ്ട്. ആ ഓരോ മുറികളാണ് സബ്ഷെൽ എന്ന് പറയുന്നത്. അത് നമ്മൾ എന്താണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയി. ഈ സബ്ഷെല്ലുകൾക്ക് പേരുണ്ട്. എന്തൊക്കെയാണ്, എസ്, പി, ഡി, എഫ് എന്നിങ്ങനെ പോകും. അതുമാണ് എസ്, പി, ഡി, എഫ് എന്നാണ് നമ്മൾ സബ്ഷെല്ലുകൾക്ക് പേര് കൊടുക്കുന്നത്. അങ്ങനെ ഓരോ സബ്ഷെല്ലിനകത്തും എന്തുണ്ടാവും, ഓർബിറ്റൽ ഉണ്ടാകും. അപ്പോൾ ഓരോ സബ്ഷെല്ലിലും എത്ര ഓർബിറ്റൽ ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും, നമ്മുടെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ എങ്ങനെയാണ് പോകുന്നത്, 2 × L+1 എന്ന് വെച്ചിട്ടാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ പോകുന്നത്. അതായത് ആലോചിച്ച് നോക്കിയേ, ഒന്നാം സബ്ഷെല്ല് എന്ന് പറയുമ്പോൾ എസ് അല്ലേ. എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എല്ലിൻ്റെ വാല്യൂ എത്രയാണ്, 0 ആണ്. അപ്പോൾ അവിടെ എമ്മിൻ്റെ വാല്യൂ എത്രയായിരിക്കും, അത് 2 × 0+1 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതായത് എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിനകത്ത് എന്തുണ്ട്, ഒരു ഓർബിറ്റൽ ഉണ്ട്. ഒരു ഓർബിറ്റൽ ഉണ്ട്. അടുത്ത് പി നമ്മളെടുത്തു. പി വരുമ്പോൾ എല്ലിൻ്റെ വാല്യൂ എത്രയാണ്, 1 എന്നാണ്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എത്രയായിരിക്കും, 2 × 1+1, അതായത് 2+1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്നായിരിക്കും. സോ പി സബ്ഷെല്ലിൽ 3 ഓർബിറ്റൽ ഉണ്ട്. അടുത്ത് നമ്മൾ ഏതെഴുതാണ്, നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന ആരെ പറ്റിയിട്ടാണ്, ഡിയെ പറ്റിയിട്ടാണ്. ഡിയുടെ എൽ വാല്യൂ എത്രയാണ്, ഡിയുടെ എൽ വാല്യൂ 2 എന്നാണ്. സോ എം വാല്യൂ എത്രയായിരിക്കും, 2 × 2 4, 4+1 5 എന്നായിരിക്കും. അതായത് ഡി സബ്ഷെല്ലിൽ 5 ഉണ്ട്, അങ്ങനെ 7 ഉണ്ട്. ഇങ്ങനെയാണ് പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോജിക്കലി ചിന്തിക്കുമ്പോൾ നമ്മളൊരു നിലയിൽ ചെന്നപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരേ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു മുറിക്കകത്ത് താമസിക്കും. ആ മുറിയാണ് നമ്മൾ സബ്ഷെൽ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മുറി എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് എന്ന് പറയാം അല്ലേ, ഒരു അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാം. ഈ അപ്പാർട്ട്മെൻറ്റ് തുറക്കുമ്പോൾ ഓരോ ആൾക്കാർ ഒരു മുറിക്കകത്തായിരിക്കും ഇരിക്കുന്നത്. ആ മുറിയാണ് എന്തെന്ന് പറയുന്നത്, ഓർബിറ്റൽ എന്ന് പറയുന്നത്. അങ്ങനെ എസ് എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റ് തുറന്ന് കയറിയാൽ അതിനകത്ത് ഒരു മുറിയേ ഉണ്ടാവുള്ളൂ, അതിനകത്ത് ഒരു ഓർബിറ്റലേ ഉണ്ടാവുള്ളൂ. പി എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റ് തുറന്ന് കയറിയാൽ അതിനകത്ത് 2 മുറിയോ അല്ലെങ്കിൽ അതിനകത്ത് 3 മുറിയോ ഉണ്ടാവും. ഈ ഓരോ മുറിക്കകത്തും ആൾക്കാരുണ്ടാവും. ആ ആളാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഡി എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റ് തുറന്നു പോകുമ്പോൾ അതിനകത്ത് 5 മുറി ഉണ്ടാവും. എഫ് എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റ് തുറക്കുമ്പോൾ അതിനകത്ത് 7 മുറി ഉണ്ടാവും എന്ന രീതിക്ക് നിങ്ങൾക്ക് സങ്കല്പിച്ച് വയ്ക്കാം. ഇത്രയും ഓക്കെ ആണല്ലോ, ഇത്രയും സെറ്റ് ആണല്ലോ. ഇതാണ് നമ്മളിവിടെ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നോക്ക്, ഷെല്ല് KLMN, അതിൻ്റെ വാല്യൂസ് എങ്ങനെയാണ്, 1 2 3 4 എന്ന് പോവും. അങ്ങനെയുള്ളതിനകത്തുള്ള സബ്ഷെല്ല് നമ്മൾ നോക്കിയപ്പോൾ കെ ഷെല്ലിനകത്ത് എത്ര സബ്ഷെല്ലുണ്ട്, എസ് എന്ന് പറയുന്ന സബ്ഷെല്ല് മാത്രമേ ഉള്ളൂ. കാരണം നമുക്കറിയാം അല്ലേ, എന്താണ്, ഒരു ഷെല്ല് നമ്മളെടുത്താൽ ഷെല്ലിൻ്റെ നമ്പറാണ് N. അതിനകത്ത് N നമ്പർ ഓഫ് എന്ത് തന്നെ ഉണ്ടാവും, N നമ്പർ ഓഫ് സബ്ഷെല്ല് തന്നെ ഉണ്ടാവും. അതായത് കെ ഷെല്ലിനകത്ത് എന്നിൻ്റെ വാല്യൂ 1, സബ്ഷെല്ലിൻ്റെ എണ്ണവും 1. അടുത്ത് എല്ലിനകത്ത് എന്നിൻ്റെ വാല്യൂ 2, സബ്ഷെല്ലിൻ്റെ എണ്ണവും 2. ഏതൊക്കെയാണ്, ഇവിടെ 0 എന്ന സബ്ഷെല്ല് മാത്രം. ഇവിടെ ആണെങ്കിലോ 0 1 എന്ന് പറയുന്ന 2 സബ്ഷെല്ല്. എം എന്ന് പറയുമ്പോഴത്തേക്കും എന്നിൻ്റെ വാല്യൂ എത്രയാണ്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 ആണ്. അപ്പോൾ അതിന് എത്രയാണ്, 3 സബ്ഷെല്ലുണ്ടാവും. ഏതൊക്കെയാണ്, 0 സബ്ഷെല്ലുണ്ടാവും, 1 സബ്ഷെല്ലുണ്ടാവും, 2 സബ്ഷെല്ലുണ്ടാവും. 0-ന് നമ്മൾ എസ് എന്ന് വിളിക്കും, 1-ന് നമ്മൾ പി എന്ന് വിളിക്കും, 2-ന് നമ്മൾ ഡി എന്ന് വിളിക്കും. നോക്ക്, അതല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സബ്ഷെല്ല് നോക്കി, കെ ഷെല്ലിനകത്ത് എസ് എന്ന സബ്ഷെല്ല് മാത്രം. എല്ലിനകത്ത് എത്ര എണ്ണം ഉണ്ട്, എല്ലിലെ എൽ എന്ന് പറയുന്ന ഷെല്ലിനകത്ത് നമ്പർ എത്ര, 2. അപ്പോൾ 2 സബ്ഷെല്ലുണ്ടാവും. ഏതൊക്കെയാണ്, 0ഉം 1ഉം. അതായത് എസും പിയും. എമ്മിനകത്താണെങ്കിലോ എസും പിയും ഡിയും. എന്നിനകത്താണെങ്കിലോ എസും പിയും ഡിയും എഫും. ഇനി ഓരോ സബ്ഷെല്ലിൽ എത്ര ഓർബൈറ്റൽ ഉണ്ട്, നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞു. എസിനകത്ത് 1 ഉള്ളൂ. എങ്ങനെ കണ്ടുപിടിക്കാം, 2 × L+1 ഫോർമുല ഇട്ടാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 1 എസിനകത്ത് 1, പിക്കകത്ത് 3, എസിൽ 1, പിയിൽ 3, ഡിയിൽ 5. അപ്പോൾ നിങ്ങൾ ഇതെന്താ ഇത് റിപ്പീറ്റ് ചെയ്ത് വരുമല്ലോ, ആലോചിച്ച് നോക്കണം. ഓരോ ഷെല്ല്, ഇപ്പോൾ ഫസ്റ്റ് ഷെല്ലാണേ ഞാൻ പറയുന്നത്, ഇത് ഷെല്ല്, ഇത് ന്യൂക്ലിയസ് എന്ന് വിചാരിക്കും. ന്യൂക്ലിയസ് ഫസ്റ്റ് ഷെല്ലിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ, എസ് എന്ന് പറയുന്ന സബ്ഷെല്ല് മാത്രമേ ഉള്ളൂ. അടുത്ത ഷെല്ല്, അതിനകത്ത് എന്തുണ്ട്, എസ്സും ഉണ്ട് പിയും ഉണ്ട്. മൂന്നാമത്തതിനകത്ത് എസ്സും ഉണ്ട്
പിയും ഉണ്ട് ഡിയും ഉണ്ട്. അങ്ങനെ മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ഓരോ ലെവലിലും ഓരോ എന്തുണ്ട് സബ്ഷെല്ലുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ഇനി ഓർബൈറ്റൽസിൻ്റെ എണ്ണം അപ്പോൾ നോക്കിയേ. കെ ഷെല്ലിനകത്ത് ആകെ ഒരു ഓർബൈറ്റൽ മാത്രമേ ഉള്ളൂ. എല്ലിനകത്താണെങ്കിലോ 3 + 1 4 എണ്ണം ഉണ്ട്. എമ്മിനകത്താണെങ്കിലോ 3 + 1 4 + 5 9 എണ്ണം ഉണ്ട്. എന്നിനകത്താണെങ്കിലോ 1 + 3 + 5 + 7 16 എന്തുണ്ട് ഓർബൈറ്റലുകൾ ഉണ്ട്. ഇനി ഒരു ഓർബൈറ്റലിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ടാവുമെന്നാണ് ചോദ്യം. ഒരു ഓർബൈറ്റലിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓർബൈറ്റൽ ഒരു ബോക്സ് ആയിട്ട് കണക്കാക്കിക്കും. ഈ ബോക്സിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ പഠിച്ചു വെച്ചോളണം. ഏത് ഓർബൈറ്റലാണെങ്കിലും അതിനകത്ത് എത്ര ഇലക്ട്രോണേ കാണുള്ളൂ? 2 ഇലക്ട്രോണേ കാണുള്ളൂ. എത്ര ഇലക്ട്രോണേ കാണുള്ളൂ? 2 ഇലക്ട്രോണേ കാണുള്ളൂ. ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഒരു ടോട്ടൽ നമ്പർ ഓഫ് ഓർബൈറ്റൽസ് ഇൻ എ ഷെൽ. ഒരു ഷെല്ലിൽ എത്ര ഓർബൈറ്റൽ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. എന്താ കണ്ടോ, ഒന്നാമത്തേതിൽ 1, രണ്ടാമത്തേതിൽ 4, മൂന്നാമത്തേതിൽ 9, നാലാമത്തെ 16. സോ n² നമ്പർ ഓഫ് ഓർബൈറ്റൽസ് ആണ് ഒരു ഓർബിറ്റിനകത്തുള്ളത്. ഒരു ഓർബിറ്റിനകത്ത് എത്ര, ഒരു ഓർബിറ്റ് എന്ന് പറഞ്ഞാലും ഷെല്ലെന്ന് പറഞ്ഞാലും എനർജി ലെവൽ എന്ന് പറഞ്ഞാലും ആദ്യം പറഞ്ഞ വട്ടം ആണെന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് വേണം. ഓക്കെ, അപ്പോൾ അതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? n² നമ്പർ ഓഫ് ഓർബിറ്റൽസ് കാണും. ഇനി നമുക്കറിയാം, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഒരു ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് കാണും? അത് എപ്പോഴും 2n² ആയിരിക്കും. എന്ന് വെച്ചാൽ കെ ഷെല്ലിനകത്ത് 2 പണ്ട് പഠിച്ചിട്ടില്ല ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 18 എന്ന് പറഞ്ഞ് 32 എന്ന് പറഞ്ഞു പോകുന്ന സംഭവം. അതെന്താണത്? അത് 2n² വെച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ 2n² ഉണ്ട്. അപ്പോൾ ഒരു ഓർബൈറ്റലിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 2n²നെ ഒന്നിൻ്റെ എണ്ണമായി n² കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. n² വെട്ടിപ്പോകും, 2 എന്ന് കിട്ടും. സോ ഒരു ഓർബൈറ്റലിനകത്ത് എത്ര ഇലക്ട്രോണേ കാണുള്ളൂ? 2 ഇലക്ട്രോണേ കാണുള്ളൂ. അതിവിടെ ഓർത്ത് വയ്ക്കുക. ഒരു ഓർബൈറ്റലിനകത്ത് 2 ഇലക്ട്രോണേ കാണുള്ളൂ. അതായത് ഒരു ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല്, അതിനകത്ത് സബ്ഷെല്ലിനകത്ത് ഓർബൈറ്റൽ, ആ ഓർബൈറ്റലിനകത്ത് ഒന്നിനകത്ത് എത്രയേ കാണുള്ളൂ? 2 എണ്ണേ കാണുള്ളൂ. ഒന്ന് ഇമാജിൻ ചെയ്തേ, ഒരു ബിൽഡിങ്ങിൽ പോകുന്നു, ഒരു നില എന്ന് പറഞ്ഞാലാണ് ഒരു ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ് അല്ലെങ്കിൽ എനർജി ലെവൽ എന്ന് പറയുന്നത്. അതിനകത്തുള്ള മുറികളാണ് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റുകളാണ് എന്തെന്ന് പറയുന്നത്? സബ്ഷെൽ എന്ന് പറയുന്നത്. സബ്ഷെല്ല് തുറന്ന് അപ്പാർട്ട്മെൻറ്റിനകത്ത് കയറുമ്പോൾ മുറി എന്ന് പറയുന്നതാണ് ഓർബൈറ്റൽ എന്ന് പറയുന്ന സാധനം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുന്ന? ഒരു മുറിക്കകത്ത് എത്ര പേർക്ക് താമസിക്കാനേ പറ്റുള്ളൂ? 2 പേർക്ക് താമസിക്കാനേ പറ്റുള്ളൂ. നിങ്ങൾ ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഒരു മുറിക്ക് എത്ര പേർക്ക് താമസിക്കാൻ പറ്റുള്ളൂ? 2 പേർക്ക്. അത് തന്നെ ഇവിടെ പറയുന്നത്. ഒരു ഓർബിറ്റർ എന്ന് വെച്ചാൽ ഒരു മുറി, അതിന് എത്ര പേർക്ക് താമസിക്കാൻ പറ്റുള്ളൂ? 2 പേർക്ക് താമസിക്കാൻ പറ്റുള്ളൂ. തെറ്റാണേ? അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കിയോ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അപ്പോൾ n 1 2 3 4 എന്തിനെ കാണിക്കും? K, L, M, 8നെ കാണിക്കും. അതിനകത്തുള്ള മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2n². അപ്പോൾ 2 × 1² 2, 2 × 2ൻ്റെ സ്ക്വയർ 4, 4 × 2 8, 18 32 എന്ന് വരും. അടുത്ത് L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിമുത്തൽ ക്വാണ്ടം നമ്പറാണ്. എല്ലിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും? എന്നിൻ്റെ വാല്യൂ 1 വന്നാൽ എല്ലിൻ്റെ വാല്യൂ 0, എന്നിൻ്റെ വാല്യൂ 2 വന്നാൽ എല്ലിൻ്റെ വാല്യൂ 0 1, എന്നിൻ്റെ വാല്യൂ 3 വന്നാൽ എല്ലിൻ്റെ വാല്യൂ 0 1 2 ആണല്ലോ. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ എത്ര? ഫസ്റ്റ് കേസിൽ 0, രണ്ടാമത്തെ 8 വന്നപ്പോൾ 0 1, 3 വന്നപ്പോൾ 0 1 2, 4 വന്നപ്പോൾ 0 1 2 3. ഓക്കെയാണ്. അപ്പോൾ സബ്ഷെല്ലുകൾ നോക്കിയേ. 0 എന്ന സബ്ഷെല്ല് 0 എന്തിനെ കാണിക്കുന്നു? എസിനെ കാണിക്കുന്നു. 1 പീനെ കാണിക്കുന്നു. 2 ഏതിനെ കാണിക്കുന്നു? ഡീനെ കാണിക്കുന്നു. 3 ഉണ്ടെങ്കിൽ എന്തിനെ കാണിക്കും? എഫിനെ കാണിക്കും. അപ്പോൾ നോക്കുക, അതല്ലേ നമ്മൾ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. നോക്ക്, 0 എസിനെ കാണിക്കും. വീണ്ടും എവിടെയൊക്കെ 0 വന്നു അതെല്ലാം എന്തിനെ കാണിക്കും? എസിനെ കാണിക്കും. 1 പിയെ കാണിക്കും, 1 പിയെ കാണിക്കും, 2 ഡിയെ കാണിക്കും, 3 എഫിനെയും കാണിക്കും. സോ സബ്ഷെല്ല് നമുക്ക് കിട്ടി. ഇനി നമ്പർ ഓഫ് ഓർബിറ്റൽസ് ആണ് ചോദിക്കുന്നത്. നമ്പർ ഓഫ് ഓർബിറ്റൽസ്. അപ്പോൾ നമ്പർ ഓഫ് ഓർബിറ്റൽസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം, നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിനകത്ത് എത്ര ഓർബിറ്റൽ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും 2 × L+1 എണ്ണം ഉണ്ടാവും. അപ്പോൾ 2 × അല്ലെ, എസ് എന്ന് പറയുമ്പോൾ n = 1 വരുമ്പോഴാണ് എസ് വരുന്നത്, 0 ആണ് അല്ലേ? എസ് എന്ന് പറയുന്നത് 0 എന്ന് പറയുന്ന അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? 2 × 0 + 1 = 1. അതാണ് ഇവിടെ 1 വന്നത്. അടുത്ത് പിക്ക് എന്തുകൊണ്ടാണ് 3 വന്നത്? 2 × പി എന്ന് വെച്ചാൽ എന്തിനാണ് കാണിക്കുന്നത്? 1-നല്ലേ കാണിക്കുന്നത്. അപ്പോൾ 2 × 1 + 1 എന്താണ്? 2 + 1 3 എന്ന് വരും. 3 ആദ്യം ഞാൻ പഠിപ്പിച്ചു, ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞു. ഡിക്കകത്താണെങ്കിൽ 5, എഫിനകത്താണെങ്കിൽ 7. സെറ്റാണ്. ഇനി മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് സബ്ഷെൽ. ഒരു സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം
ഒരു ഓർബിറ്റലിൽ രണ്ടെണ്ണേ പറ്റുള്ളൂ. ഇതാ ഇവിടെ പഠിച്ചു. ഒരു ഓർബിറ്റ്, ഒരു മുറിക്കകത്ത് 2 പേർക്ക് താമസിക്കാൻ പറ്റുള്ളൂ. ഒരു മുറിക്കകത്ത് 2 പേർക്ക് താമസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്ക്, ഇവിടെ ഒരു മുറി എത്ര പേർക്ക് താമസിക്കാം? 2 പേർക്ക് താമസിക്കാം. ഈ അടുത്ത് എൽ എന്ന് പറയുന്ന നിലയിൽ പോയപ്പോൾ നമ്മൾ അവിടുത്തെ സബ്ഷെല്ല് തുറന്ന് കയറിയപ്പോൾ അതിനകത്ത് എത്ര മുറിയുണ്ട്? എസിനകത്ത് ഒരു മുറിയുണ്ട്. അപ്പോൾ അതിനകത്ത് എത്ര പേര് കാണും? 2 പേര് കാണും. പിക്കകത്ത് 3 മുറിയുണ്ട്. ഒരു മുറി 2 പേര് വെച്ച് 3 മുറിയാകുമ്പോൾ 3 × 2 6 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇവിടെ എത്ര ഇലക്ട്രോൺസേ കാണുള്ളൂ? 2. ഇവിടെ എത്രയേ കാണുള്ളൂ? 6. ഇവിടെ ആണെങ്കിലോ 10. സോ ഇവിടെ ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 6, 5 ആണെങ്കിൽ എത്ര? 10, 7 ആണെങ്കിൽ 7 × 2 14 ഇലക്ട്രോൺസ് വെച്ചായിരിക്കും കാണുന്നത്. സോ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. എങ്ങനെയായിരിക്കും? 2 അല്ലേ, 8 ഇത്രയും കൂട്ട് 18 ഇത്രയും കൂട്ട് 32 കിട്ടും. അപ്പോൾ നമ്മൾ എന്തായി? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ 2n² ഫോർമുല ഇവിടെ സാറ്റിസ്ഫൈഡ് ആവുകയാണ്. അപ്പോൾ ലൊക്കേഷനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നോക്കടാ. മാക്സിമം നമ്പർ ഓഫ് ഓർബിറ്റൽസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് ഷെല്ല്. ഒരു ഓർബിറ്റിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് എന്താണ്? ഓർബിറ്റൽ എന്ന് പറയുന്നത് n² ആണ്. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഓർബിറ്റിനകത്തുള്ളത് 2n² ആണ്. ഒരു ഓർബിറ്റലിനകത്ത് 2 ഇലക്ട്രോണേ കൊള്ളുള്ളൂ. അതുപോലെ ഒരു സബ്ഷെല്ലിനകത്ത് ഒരു സബ്ഷെല്ലിനകത്ത് എത്ര എണ്ണം കൊള്ളാൻ പറ്റും? അത് നമ്മൾ നോക്കിയപ്പോൾ കണ്ടത് എന്താണ്? നോക്ക്, ഒന്നാമത്തെ സബ്ഷെല്ലിനകത്ത് 2 കൊള്ളും, രണ്ടാമത്തേനകത്ത് 8 കൊള്ളും, മൂന്നാമത്തേനകത്ത് 18 കൊള്ളും. അപ്പോൾ എന്ത് പറയാം? 2 × l+1 ആണ് നമ്പർ ഓഫ് ഓർബിറ്റൽ. 2 × l+1 ആണ് നമ്പർ ഓഫ് ഓർബിറ്റൽ. അതിൻ്റെ ഇരട്ടി അല്ലെ, ഓരോ ഓർബിറ്റിൽ 2 എണ്ണം ആകുമ്പോഴത്തേക്കും 2 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ പോരെ. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? 2 × 2l+1 എന്ന് വന്നത്. എന്ത് വന്നത്? 2 × 2l+1 എന്ന് വന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെ നമുക്ക് കിട്ടി. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എസിനകത്ത് 2 ഇലക്ട്രോൺ കാണും, പിയിൽ 6, ഡിയിൽ 10, എഫിൽ എന്താണ്? 10. ഓക്കെ, ഇതാണ് ഓരോ സബ് ഷെല്ലിലും കൊള്ളാവുന്ന മാക്സിമം ഇവിടെ കാണിച്ചേക്കുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്നത് ആ ഷെല്ലിനകത്തുള്ളതാണ് 2, 8, 18 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ പറയുന്ന ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പഠിക്കേണ്ട സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. എന്തുവാണ്? സബ്ഷെല്ലിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ എന്താണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുന്നതെന്ന് നമുക്ക് നോക്കടാ. നോക്കിയേ, യു നോ ദാറ്റ് ഈച്ച് ഷെൽ ഹാസ് സബ്ഷെൽ അല്ലെ. ഓരോ ഷെല്ലുകൾക്കും ഓരോ ഷെല്ല് അതിനകത്ത് എന്തുണ്ട്? സബ്ഷെല്ലുണ്ട്. സബ്ഷെല്ലിനകത്ത് എന്തുണ്ട്? ഓർബിറ്റൽ ഉണ്ട്. സെറ്റാണ്. എല്ലാത്തിലും കാണുന്ന സബ്ഷെൽ ഏതായിരിക്കും? എസ് എന്ന് പറയുന്ന സബ്ഷെൽ എല്ലാത്തിനകത്തും ഉണ്ട് അല്ലേ. കെ എടുത്തപ്പോൾ അതിനകത്ത് എസ് മാത്രമേ ഉള്ളൂ. എൽ എടുത്തപ്പോൾ അതിനകത്ത് എസും പിയും ഉണ്ട്. എം എടുത്തപ്പോഴേ അതിനകത്ത് എസും പിയും ഡിയും ഉണ്ട്. എൻ എടുത്തപ്പോഴത്തേക്ക് SP-DF എന്ന് പറയുന്ന സബ്ഷെല്ലുകൾ അതിനകത്തുണ്ട്. നിങ്ങൾക്കത് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയോ, ഇവിടെ ഒന്ന് നോക്ക്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1, 2, 3, 4. കെ, എൽ, എം, എൻ. സബ്ഷെൽ എന്തായിരിക്കും? കെക്കകത്താണെങ്കിൽ എസ്, എല്ലിനകത്താണെങ്കിൽ എസും പിയും, എമ്മിനകത്താണെങ്കിൽ എസും പിയും ഡിയും, എല്ലിനകത്താണെങ്കിലോ എസും പിയും ഡിയും എഫ്. നോക്ക്, എസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഷെല്ലിൽ അതിനെ ഞാൻ 1 എന്ന് വിളിച്ചല്ലോ. അപ്പോൾ അതിനകത്തുള്ള സബ്ഷെല്ല് എസ്. അപ്പോൾ എനിക്ക് 1S എന്ന് വിളിക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഒന്നാമത്തെ ഷെല്ലിലെ എസ് എന്ന സബ്ഷെല്ല്. അതിനകത്ത് അത് മാത്രമല്ലേ ഉള്ളൂ. രണ്ടാമത്തെ ഷെല്ലെടുത്തേ. രണ്ടാമത്തെ ഷെല്ലിനകത്ത് എസ്സും ഉണ്ട്, പിയും ഉണ്ട്. അപ്പോൾ എനിക്ക് എന്ത് പറയാം? രണ്ടാമത്തെ ഷെല്ലിലെ എസിനെ 2S എന്ന് വിളിക്കാം, രണ്ടാമത്തെ ഷെല്ലിലെ പി എനിക്ക് 2P എന്ന് വിളിച്ചൂടെ? അങ്ങനെയാണെങ്കിൽ ഞാൻ മൂന്നാമത്തെ ഷെല്ലെടുത്തപ്പോൾ അതിനകത്ത് എന്തുണ്ട്? എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്. പക്ഷേ ഇത് മൂന്നാമത്തെയാണ്. അപ്പോൾ മൂന്നാമത്തേൻ്റെ എസിനെ 3S എന്നും അതിൻ്റെ പിയെ 3P എന്നും അതിൻ്റെ ഡിയെ 3D എന്ന് വിളിക്കാമല്ലോ. അങ്ങനെ എനിക്ക് സബ്ഷെല്ലിൽ റെപ്രസെൻറ്റ് ചെയ്യാമല്ലോ. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. കണ്ടോ, ഇതാ ഇവിടെ നോക്ക്. ഇവിടെ കെ എന്ന് പറയുന്ന ഷെല്ല് അഥവാ ഒന്നാമത്തെ ഷെല്ലിൽ ഒരു സബ്ഷെല്ല്, അതിനെ 1S എന്ന് വിളിച്ചു. രണ്ടാമത്തെ ഷെല്ല് അതിനകത്ത് 2 സബ്ഷെല്ല് എസും പിയും. അപ്പോൾ അതിനെ ഞാൻ 2S എന്നും 2P എന്ന് വിളിച്ചു. മൂന്നാമത്തേനാണെങ്കിൽ അത് നമുക്ക് 3S എന്നും 3P എന്നും 3D എന്നും വിളിക്കാം. നാലാമത്തിനകത്താണെങ്കിൽ എനിക്ക് 4S എന്നും 4P എന്നും 4D എന്നും 4F എന്നും എന്ത് ചെയ്യാം? റെപ്രസെൻറ്റ് ചെയ്യാമല്ലോ. ഇങ്ങനെയാണ് നമ്മൾ സബ്ഷെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സബ്ഷെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നോക്കി, ഇവിടെ എന്താ പറയുന്നത്? ഷെല്ലിൻ്റെ നമ്പർ 1, 2, 3, 4. 1, 2, 3, 4. സബ്ഷെല്ല് 1S, 2S, 2P, 3S, 3P, 3D, 4S, 4P, 4D, 4F. ഇനി നോക്കടാ. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് സബ്ഷെൽ.
എസ് എന്ന് പറയുന്ന 1s എത്ര ഇലക്ട്രോൺ കൊള്ളും? 2 ഇലക്ട്രോൺ കൊള്ളും. 2s എത്ര എണ്ണം കൊള്ളും? 2s എത്ര ഇലക്ട്രോണേ കൊള്ളുള്ളൂ? എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഓർബിറ്റലേ ഉള്ളൂ. സോ അതിനകത്ത് 2 ഇലക്ട്രോണേ കൊള്ളൂ. സോ 2 ഇലക്ട്രോൺ. 2p എത്ര എണ്ണം കൊള്ളും? പി എന്ന് പറയുന്ന ഓർബിറ്റലിനകത്ത് എത്ര സബ്ഷെല്ല്? 3 സബ്ഷെല്ല്. അതിനകത്ത് അപ്പോൾ 1 2 3 4 5 6 ഇലക്ട്രോൺസ് കൊള്ളും. അപ്പോൾ നോക്കട്ടെ, അടുത്ത് 3s എത്ര കൊള്ളും? എസ് എന്ന് പറഞ്ഞാൽ അത് ഒരു മുറി. ആ ഒരു മുറി അല്ലെ എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിനകത്ത് ഒരു ഇതേ ഉള്ളൂ. അതിനകത്ത് 2 എണ്ണേ കൊള്ളുള്ളൂ. അപ്പോൾ 2. പി എന്ന് പറഞ്ഞാൽ അതിനകത്ത് 3 മുറി. അപ്പം 3 × 2 6 എണ്ണം കൊള്ളും. ഡി എന്ന് പറഞ്ഞാൽ അതിനകത്ത് 5 മുറി. 5 × 2 10 ഇലക്ട്രോൺ അതിനകത്ത് കൊള്ളും. 4 എന്നായാലും എസ് എന്ന് വെച്ചാൽ അതിനകത്ത് 2. പി എന്ന് വെച്ച് കഴിഞ്ഞാൽ 6. ഡി എന്ന് പറഞ്ഞാൽ 10. എഫ് എന്ന് പറഞ്ഞാൽ എത്ര കൊള്ളും? 14 ഇലക്ട്രോൺസ് അതിനകത്ത് കൊള്ളും. സോ മാക്സിമം നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സമ്മാണ് അല്ലേ, ഇതിൻ്റെ സമ്മാണ് 2. ഇവിടെ ആണെങ്കിലോ 2 + 6 8, 2 + 6 + 10 18, 2 + 6 + 8 + 2 + 6 + 10 + 14 32 എന്ന് വരും. ഇങ്ങനെയാണ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത്? ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും എനർജി നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ആകായിരിക്കും ലോവസ്റ്റ് എനർജി. എനർജി എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ദൂരം കൂടുന്തോറും കൂടി പോകും. സോ കെയ്ക്കാണ് ഏറ്റവും കുറവ്, അടുത്ത് എൽ, അടുത്ത് എം, അടുത്ത് എൻ. എസിനാണ് ഏറ്റവും കുറവ്, അടുത്ത് ബി, അടുത്ത ഡി, അടുത്ത എഫ് എന്നിങ്ങനെയാണ് പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് വിളിക്കുന്നത്. സോ വെൻ ദ ഇലക്ട്രോൺസ് ആർ ഇൻ ആൻ ആറ്റം ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ സബ്ഷെൽ, ദേ ആർ ബീയിങ് filled gradually in the increasing order of the energy of the subshell. This is called subshell electronic configuration. എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസ് ഉണ്ട്, നമ്മൾ ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. എപ്പോഴും ഏറ്റവും എനർജി കുറഞ്ഞ ആളായിരിക്കും ഒന്നാമത്തെ ഷെല്ലിൽ വരുന്നത്. അവിടെ ആരായിരിക്കും? 1s ആയിരിക്കും. അതിനകത്ത് എത്ര ഇലക്ട്രോൺ വരും? 2 ഇലക്ട്രോൺ വരും. അടുത്ത് രണ്ടാമത്തെ ഷെല്ല്, അതിനകത്ത് ആരൊക്കെ ഉണ്ടാവും? അതിനകത്ത് എസ്സും ഉണ്ടാവും, പിയും ഉണ്ടാവും. എസ്സിനകത്ത് എത്ര ഇലക്ട്രോൺ കൊള്ളും? 2 ഇലക്ട്രോൺ കൊള്ളും. കാരണം അതിനകത്ത് ഒരു ഓർബിറ്റേ ഉള്ളൂ. പിക്കകത്താണെങ്കിലോ 3 ഓർബിറ്റ് ഉണ്ട്. ഒരു ഓർബിറ്റ് 2 വെച്ച് 3 × 2 6 എണ്ണം കൊള്ളും. സോ 6 2 മാക്സിമം 8 ഇലക്ട്രോൺ അവിടെ ഫില്ലാവും. എത്ര ഇലക്ട്രോൺ ഫില്ലാവും? 8 ഇലക്ട്രോൺ ഫില്ലാവും. അടുത്തേ എന്ത് വരുള്ളൂ? മൂന്നാമത്തത് ഫില്ല് ചെയ്യുള്ളൂ. 3-ൽ ആരൊക്കെയുണ്ട്? എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്. എസ്സിനകത്ത് ഒരു ഓർബിറ്റ്, സോ അതിനകത്ത് 2 ഇലക്ട്രോൺ. പിക്കകത്ത് എത്ര ഓർബിറ്റ്? 3 ഓർബിറ്റ്, സോ അതിനകത്ത് മൊത്തം 6 ഇലക്ട്രോൺ. ഡിക്കകത്താണെങ്കിലോ എത്ര എണ്ണം? 1 2 3 1 2 3 4 5 എണ്ണം. 5 × 2 10 ഇലക്ട്രോൺ. അപ്പോൾ 10 6 16 2 എത്ര? 12 ഇലക്ട്രോൺ ഇവിടെ ഫില്ല് ചെയ്യും. ഈ ഓർഡറിലായിരിക്കും ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് പോകുന്നത്. ഇങ്ങനെ ഓരോ സബ്ഷെല്ലിനകത്തുള്ള ഓർബിറ്റ് ഫില്ല് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് വിളിക്കുന്നത്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. തൽക്കാലം ഇവിടെ വരെ കൊണ്ട് നിർത്തുകയാണ്. അടുത്ത ക്ലാസ് നമ്മൾ എന്ത് പഠിക്കും? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് പോകുന്നത്, ആ എനർജി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് പഠിക്കും. ഓക്കെ ആണോ? എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് കുറേ പേർക്ക് ഇതൊന്നും മനസ്സിലായിട്ടുണ്ടാകത്തില്ല. ഒന്നുകൂടി കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിനേക്കാൾ എൻ്റെ ഒരു പരിധിക്ക് ഞാൻ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാമല്ലോ, ഇതിപ്പോൾ ഒരു ലൈവ് ക്ലാസ് ആണെങ്കിൽ എനിക്ക് ഓരോ പോയിന്റ് പറഞ്ഞിട്ടും മനസ്സിലായോ എന്ന് ചോദിച്ച് അല്ലെങ്കിൽ അവിടെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. സോ ഇത് റെക്കോർഡ് ചെയ്ത ക്ലാസ് ആയതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് പോയിന്റുകൾ കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഉണ്ട്, അതുവഴിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ അടുത്ത് ചോദിക്കുക, ഞാനപ്പോൾ പറഞ്ഞു തരാം. അങ്ങനെയൊക്കെ പഠിച്ചാൽ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.